നിങ്ങളൊരു യഥാർത്ഥ PSC ആസ്പിറന്റ് ആണോ? അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഉതകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങളുടെ അതായത് ഒരു യഥാർത്ഥ PSC ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട കുറച്ച് ലക്ഷണങ്ങൾ. ഞാൻ ഈ പറയുന്ന ഒരു 15ഓളം ലക്ഷണങ്ങൾ ഇപ്പോൾ പറയാം. അതിലൊരു 10 എണ്ണത്തിലുപരി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഉദ്യോഗാർത്ഥിയാണെന്ന് നിങ്ങൾക്ക് ജോലി കിട്ടുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ടോയ്ലറ്റ് റിവിഷൻ എന്നുള്ള കാര്യം ചെയ്യാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഞാൻ വിചാരിച്ച ഇത്രയും കാലം ഞാൻ മാത്രമേ ചെയ്യാറുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ പല ഉദ്യോഗാർത്ഥികളോടും പറയുമ്പോൾ അവരും ചെയ്തതായിട്ട് പറയാറുണ്ട്. അത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും നമ്മൾ ആ പഠിച്ചതിനെ കുറിച്ച് ആലോചിക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ അത്രയും അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ള തന്നെയാണ് അർത്ഥം. അങ്ങനെയുള്ളവർ ഒരിക്കലും പരാജയപ്പെടില്ല. രണ്ടാമത്തെ കാര്യം, ഒരു നിശ്ചിത കാലയളവ് പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ക്ഷമ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. കുറച്ചു കാലം ക്ഷമയോടുകൂടെ ഇവിടെ നിൽക്കാനുള്ള മനസ്സുണ്ടാവണം. മൂന്നാമത്തെ കാര്യം, പല പരീക്ഷകളിലും തോറ്റിട്ടും നിങ്ങൾ പഠനം തുടരുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ട് ഇവിടെ എല്ലാവർക്കും ആദ്യ പരീക്ഷകൾ തന്നെ കിട്ടുന്നില്ല, നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കേണ്ടി വരും, ആദ്യത്തിൽ തോറ്റത് ചില കാരണങ്ങൾ കൊണ്ടാണ്, അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള തിരിച്ചറിവുള്ള ആളാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്ലാൻ ബി ഇല്ലാത്ത വ്യക്തിയാണ്. മറ്റൊരു പ്ലാൻ ഇല്ല, ഇത് തന്നെയാണ് ലക്ഷ്യം അല്ലേ? നമുക്ക് മറ്റൊരു ജോലിയെക്കുറിച്ച് ഇതല്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കഴിവിൻ്റെ 100% അവിടെ വിനിയോഗിക്കില്ല. അതുകൊണ്ട് പ്ലാൻ ബി ഇല്ലാത്ത വ്യക്തികളാണ് കൂടുതൽ വിജയിക്കാൻ സാധ്യത. ദെൻ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, സർക്കാർ ജോലിക്കാരായിട്ടുള്ള കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അത് നമ്മുടെ സമ്മർദ്ദം കൂട്ടും. കാരണം അവർ നേടിയത് കൊണ്ട് നമ്മളും നേടേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ആവശ്യമായ ഒരു സന്ദർഭം അവിടെ നമുക്ക് വന്നു ചേരുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകൾ, അത് നമ്മൾ എഴുതുന്ന പരീക്ഷയായാലും എഴുതാത്ത പരീക്ഷയായാലും അതിൻ്റെ മാർക്ക് എഴുതി വെക്കുന്ന ശീലം ഉണ്ടോ ആർക്കെങ്കിലും? നമ്മൾ എഴുതാത്ത നമ്മുടെ യോഗ്യതയായിട്ട് ബന്ധമില്ലാത്ത പരീക്ഷയാണെങ്കിലും അതിൻ്റെ മാർക്ക് അവിടെ എഴുതി വെക്കും. എന്നിട്ട് ലിസ്റ്റ് വരുന്ന സമയത്ത് തൊഴിൽ പ്രസിദ്ധീകരണങ്ങളൊക്കെ നോക്കിയിട്ട് ലിസ്റ്റ് വരുന്ന സമയത്ത് അതിൻ്റെ മാർക്ക് കട്ട് ഓഫ് മാർക്ക് എഴുതും. എന്നിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിയിടും, കിട്ടിയിട്ടില്ലെങ്കിൽ തെറ്റിടും. ആ ഒരു ശീലം ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് മുന്നോട്ടേക്ക് പോകും. മറ്റൊരു കാര്യം, മാതൃകാ പരീക്ഷകൾ എഴുതിയിട്ട് മറ്റുള്ളവരുമായിട്ട് മാറ്റുരച്ച് നോക്കുന്നതാണ്. അതായത് പല പ്രസിദ്ധീകരണങ്ങളിലും പലയിടങ്ങളിലായിട്ട് മാതൃകാ പരീക്ഷകൾ നടത്തും. അപ്പോൾ ഇത്തരം പരീക്ഷകൾ എഴുതി മറ്റുള്ളവരുമായിട്ട് മത്സരിക്കുക. നമ്മൾ മറ്റുള്ളവരായിട്ട് ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യരുത്, പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ മാറ്റുരച്ച് നോക്കണം. ഓക്കെ, അതൊരു പ്രധാന ഘടകമാണ്. ദെൻ എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾക്ക് മാത്രം ക്ലാസ് കാണുകയും ബാക്കിയുള്ളത് വായിച്ചു പഠിക്കുകയും ചെയ്യുന്നവർ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എല്ലാം ക്ലാസ് കൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ചില ഏരിയകൾ എളുപ്പമായിരിക്കും, ചിലത് എന്തായിരിക്കും ടഫായിരിക്കും. അപ്പോൾ എളുപ്പമുള്ളത് വായിച്ചു പഠിക്കാം, അല്ലാത്തത് ക്ലാസ് കാണാം. ദെൻ ഒമ്പതാമത്തെ കാര്യം, മേഖലകൾ തിരിച്ച് സെപ്പറേറ്റ് നോട്ട്സ് ഉണ്ടാക്കുക. അതായത് കംപ്ലീറ്റ് നോട്ട് ചെയ്യുന്നവർ തോൽക്കാനാണ് അല്ലെങ്കിൽ വിജയം വൈകാനാണ് സാധ്യത. പക്ഷേ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നവരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഷോർട്ട് നോട്ട്സ് ആണ് വളരെ ചുരുക്ക രൂപത്തിൽ എഴുതി ഉണ്ടാക്കുക. അത്തരം നോട്ട്സുകൾ തയ്യാറാക്കുന്നവർ വിജയിക്കാൻ നല്ല സാധ്യതയുണ്ട്. ദെൻ പത്താമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കാൻ വെമ്പുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കാൻ നല്ല സാധ്യതയുണ്ട്. കാരണം എന്താണ്, നമ്മൾ പഠിച്ച കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമുക്കത് കൂടുതൽ ഉറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടെൻഡൻസി ഉള്ള ആളുകൾ നല്ല റാങ്ക് ജേതാവിൻ്റെ ലക്ഷണം ഉള്ള ഒരാളാണ് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഒരു 11ാമത്തെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്, സ്വന്തമായി നമ്മൾ മെമ്മറി ട്രിക്സ് ഉണ്ടാക്കുക. മറ്റുള്ളവരുടെ മെമ്മറി ട്രിക്സ് പഠിക്കാതെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചില കണക്ഷൻസ് ഒക്കെ നമ്മൾ തന്നെ ഇട്ട് ശീലിച്ചാൽ അത് വളരെ ഗുണകരമായിട്ട് മാറും. 12ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ചാർട്ടിൽ എഴുതി വെച്ചിട്ട് നമ്മൾ പഠനത്തിന്റെ ഇടവേളകളിലൊക്കെ അതിങ്ങനെ നോക്കിയിട്ട് പഠിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഈ ഭൂപടങ്ങൾ, അതേപോലെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് ചാർട്ടിലൊക്കെ നോട്ട് ചെയ്തെക്കുന്ന ആളുകളുണ്ടെങ്കിൽ സാധ്യത കൂടുതലാണ്. 13ാമത്തെ ഒരു ലക്ഷണം ഇതാണ്, നമുക്ക് ഓരോ ദിവസവും ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം എന്താണോ പഠിച്ചു തീർക്കാനുള്ളത് അത് പഠിച്ചു തീർത്ത് സന്തോഷം കണ്ടെത്തുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വിജയിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് ബോധ്യമുണ്ട് ഇന്നത്തത് പഠിച്ചാൽ നിങ്ങൾ വിജയിക്കും, ഇന്നത്തെ നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ ഞാൻ ജയിക്കാൻ സാധ്യതയും കുറവാണ്. അപ്പം ആ ദിവസം പഠിക്കുന്നതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. അത് തീരുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭൂതി ഉണ്ടാവാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭൂതി ആസ്വദിക്കുന്നവരാണോ നിങ്ങൾ? കമന്റ് ചെയ്യണേ ഇതൊക്കെ കേട്ടോ. ദെൻ 14ാമത്തെ ഒരു പോയിന്റ് ഇതാണ്, നമ്മൾ രാവിലെ എണീറ്റ് പഠിക്കുന്ന ശീലമുള്ള ആളുകളാണെങ്കിൽ വിജയ സാധ്യത വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അല്ലാതെ പഠിക്കുന്നവർക്ക് വിജയ സാധ്യത ഇല്ല എന്നല്ല. കാരണം ഇങ്ങനെ പഠിക്കുന്നവർക്ക് കൂടുതൽ നന്നായിട്ട് പഠിച്ച കാര്യങ്ങൾ ഓർത്തു വെക്കാൻ സാധിക്കും. നല്ല എഫക്റ്റീവായിട്ട് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഹവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉണർന്ന് എണീറ്റ് മുഖമെല്ലാം കഴുകി എണീറ്റ് വന്നതിന് ശേഷം ഇരിക്കുന്ന ആദ്യ മണിക്കൂറുകളാണ്. അപ്പോൾ ആ ഒരു സമയം വിനിയോഗിക്കുന്നവർക്ക് സാധ്യത കൂടുതലാണ്. 15ാമത്തെ കാര്യം ഇതാണ്, കൃത്യമായിട്ടുള്ള ഒരു ദിനചര്യ സൂക്ഷിക്കുന്ന ആളുകൾ. പഠന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കൃത്യമായുള്ള ഒരു ഉറക്കവും അതേപോലെ തന്നെ ഭക്ഷണവും എല്ലാ ദിവസവും ഒരേപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനും വളരെ എളുപ്പത്തിൽ പഠിക്കാനും അത് ഓർത്തു വെക്കാനും ഗുണകരമായിട്ട് മാറും. അതായത് ഏകദേശം ഒരേ സമയത്ത് ഉറങ്ങുന്നു, ഒരേ സമയത്ത് ഉണരുന്നു. നിങ്ങൾ എത്ര മണിക്കൂറാണോ ഏകദേശം ഉറങ്ങുന്നത് അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും പാലിച്ചു പോകും. അതേപോലെ ഭക്ഷണ സമയം നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് ഭക്ഷണം ശീലിക്കുക. അത് പഠിക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ മുഴുവൻ അത് ശീലിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം പഠിക്കുമ്പോഴും ഉണ്ടാവും. അത് പിന്നീട്
പിന്നീട് ഓർത്തെടുക്കുന്ന സമയത്തും ഉണ്ടാവും. അപ്പോൾ ഒരു 25ഓളം ലക്ഷണങ്ങൾ ഉണ്ട്. അതിലൊരു 15 ലക്ഷണങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ 15ൽ ഒരു 10ൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ വിജയിച്ചിരിക്കും. ബാക്കിയുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പിന്നീട് പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ.